PK ബഷീർ, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ, അതുപോലെ തന്നെ AKM അഷ്റഫ്. 5 മതിയാകില്ലല്ലോ ലീഗിന് ഓൾറെഡി അതിലേറെ വേണ്ടി വരും. അവകാശം ഉന്നയിക്കുന്നില്ല ലീഗ്. പക്ഷേ ഈ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് പൊളിക്കും. കാരണം അത്രയേറെ കാര്യപ്രാപ്തിയുള്ള, അത്രയേറെ കഴിവുള്ള ആളുകൾ തന്നെയാണ് ലിസ്റ്റിൽ നിൽക്കുന്നത്, അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, വേങ്ങരയിൽ നിന്ന് പലരുടെയും സ്വപ്നങ്ങൾ തല്ലിത്തകർത്ത KM ഷാജിയുണ്ട്, PK ബഷീറുണ്ട്, പിന്നെ ഷംസുദ്ദീൻ ഉണ്ട്, പാറക്കൽ അബ്ദുള്ള ഉണ്ട്, പിന്നെ റസാഖ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ കുന്നമംഗലത്ത് നിന്ന് മത്സരിച്ച റസാഖ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ ലീഗിൻ്റെ നേതാവായിട്ടുള്ള റസാഖ് മാസ്റ്റർ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് AKM അഷ്റഫും ഉണ്ട്. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ലിസ്റ്റ് ഓഫ് കോഴ്സ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷാജി, ബഷീർ, ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ, AKM അഷ്റഫ്, ഇതാണ് ലീഗിൻ്റെ ലിസ്റ്റെങ്കിൽ 7 പേരുണ്ട്. കിട്ടാൻ പോകുന്ന മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് 5 ആയിരിക്കും. ഈ 5-ൽ 7 പേരെ എങ്ങനെ ഉൾക്കൊള്ളിക്കുമെന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അതിൽ ആരെങ്കിലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ഒഴിവാക്കേണ്ടവരല്ല. പക്ഷേ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അതിൽ കാസർഗോഡിനൊരു മന്ത്രി അത് AKM അഷ്റഫിന് കൊടുക്കണമെന്നുള്ളതാണ്. കാരണം മഞ്ചേശ്വരത്ത് സംഘപരിവാറിനോട് പടവെട്ടിയിട്ടാണ് AKM അഷ്റഫ് കഴിഞ്ഞ 2 തവണയും കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വന്നത്. AKM അഷ്റഫ് മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി AKM അഷ്റഫ് നടത്തുന്ന വലിയ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ട വീതിയിൽ, ആ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ നടത്തുന്ന സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിന് കരുത്ത് പകരാൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയിൽ AKM അഷ്റഫ് ഉണ്ടാവണമെന്നുള്ളതാണ്. അത് ആ മണ്ഡലത്തിൻ്റെ വികസനങ്ങൾക്കും ആ മണ്ഡലം നിലനിർത്തുന്നതിനും ആ മണ്ഡലത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിന് നൽകുന്ന അംഗീകാരം കൂടിയായിരിക്കും അത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ലീഗിൻ്റെ പട്ടികയിലുള്ള അല്ലെങ്കിൽ ലീഗിൻ്റെ MLA-മാരുടെ കൂട്ടത്തിൽ ആരും അയോഗ്യരല്ല, എല്ലാവരും അർഹതയുള്ളവരാ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ളവരാ. എന്നാലും സീനിയോറിറ്റിയും ബാക്കിയുള്ളതും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിൽ ഒരു പടി ഒരു കടുക് മണിയോ